കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് ബിജെപിയിൽ ചേരുന്നുവെന്ന റിപ്പോർട്ട്. മുതിർന്ന കോൺഗ്രസ് എംപി ബിജെപി നേതൃത്വത്തെ സമീപിച്ചെന്ന ഡൽഹിയിൽ നിന്നുള്ള ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത. കോൺഗ്രസ് എംപി ബിജെപിയിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ലെന്ന് സിപിഐഎം PB അംഗം എ വിജയരാഘവൻ. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പത്മജ ബിജെപിയിലേക്ക് പോയി. ഇതോടെ കെ കരുണാകരന്റെ വീട്ടിൽ വരെ RSS കയറിയില്ലേ എന്നും വിജയരാഘവൻ. കോൺഗ്രസ് എംപി ബിജെപിയിൽ ചേരുന്നുവെന്ന വാർത്തയിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ലെന്ന് പത്മജ വേണുഗോപാൽ. ഇനിയും കൂടുതൽ ആളുകൾ ബിജെപിയിലേക്ക് വരുമെന്നും പത്മജ വേണുഗോപാൽ. കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് എംപിയും ബിജെപിയിലേക്ക് പോകില്ലെന്ന് UDF കൺവീനർ MM ഹസൻ. ചർച്ച നടത്തിയ എംപിയുടെ പേര് മാധ്യമങ്ങൾ പറയുന്നില്ല. ഇത്തരം വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്നും MM ഹസൻ. വടകര വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിലെ അന്വേഷണത്തിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി. കാലതാമസം കൂടാതെ അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം. ഓണത്തിന് ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി GR അനിൽ. സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന് തുടക്കം. കിറ്റ് ലഭിക്കുക 6 ലക്ഷത്തോളം AAY കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും. ചൂരൽമല ദുരന്ത മേഖലയിലെ എല്ലാവർക്കും ഓണക്കിറ്റ്. ഓണം വിപണിയിൽ കൺസ്യൂമർ ഫെഡ് വഴിയും സഹകരണ സ്ഥാപനങ്ങൾ വഴിയും 1500 സ്റ്റാളുകൾ തുറന്നതായി മന്ത്രി VN വാസവൻ. ഇതുവഴി 30% മുതൽ 60% വരെ വിലക്കുറവ് ലഭിക്കും. ഓണം സുഭിക്ഷമായി ആഘോഷിക്കാൻ സഹകരണ വകുപ്പ് വിപുലമായ ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും മന്ത്രി. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. നഗരപരിധിയിൽ വെള്ളമെത്തി. ഉച്ചയോടെ ജലവിതരണം സാധാരണ നിലയിലേക്ക്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കേസ് പ്രത്യേക ബെഞ്ച് നാളെ പരിഗണിക്കും. മെഡിസെപ്പ് പദ്ധതിയിലൂടെ 2.5 വർഷത്തിനുള്ളിൽ നൽകിയത് 1485 കോടി രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങളെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പദ്ധതിയിൽ ഇതുവരെ 2.88 ലക്ഷം പേർക്ക് ചികിത്സ ഉറപ്പാക്കിയെന്നും മന്ത്രി. CPIM മുൻ സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ വിടവാങ്ങിയിട്ട് 26 വർഷം. ത്യാഗപൂർണവും സമരതീക്ഷ്ണവുമായ ജീവിതത്തിന്റെ ഓർമ്മകളിൽ രാഷ്ട്രീയ കേരളം. കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കായി സ്വജീവിതം സമർപ്പിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ചടയൻ ഗോവിന്ദനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘടനയെ കേരളത്തിൽ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചതെന്നും മുഖ്യമന്ത്രി. ചടയൻ ഗോവിന്ദൻ ദിനാചരണം AKJ സെന്ററിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ പതാക ഉയർത്തി. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസിൽ അന്വേഷണം ആരംഭിച്ച് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം. നടക്കുന്നത് പ്രാഥമിക വിവരശേഖരണം. മാമിയുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നും ഉടൻ മൊഴിയെടുക്കും. മണിപ്പൂരിൽ ഇന്നും നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. തീരുമാനം സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് മുഖ്യമന്ത്രി N ബീരേൻ സിംഗ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ബിജെപിയിൽ പോരുമുറുകുന്നു. സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് നേതാക്കൾ രാജിവെച്ചത് ബിജെപിക്ക് തിരിച്ചടി. ആം ആദ്മി കോൺഗ്രസ് സഖ്യ ചർച്ചയിൽ പുരോഗതി. ഏതാനും സീറ്റുകളിൽ ഇരുവരും ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനം. കൊൽക്കത്തയിലെ PG ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ മമതാ സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധം.
സിബിഐയും ബംഗാൾ സർക്കാരും കോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത സമയത്തെക്കുറിച്ച് വ്യക്തത വരുത്തണമെന്നും സുപ്രീം കോടതി. മലപ്പുറത്ത് ഇന്നലെ വിവാഹം നടക്കേണ്ടിയിരുന്ന യുവാവിനെ കാണാതായ സംഭവത്തിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ വിഷ്ണുജിത്ത് എത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. ചേർത്തലയിൽ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പുതിയ വഴിത്തിരിവ്. കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം. മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്ന യുവതിയുടെ മൊഴി. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത. ഓണവിപണിയിൽ തരംഗമായി കേരള ദിനേശിന്റെ ഉൽപ്പന്നങ്ങൾ. കണ്ണൂരിലെ ദിനേശ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത് വസ്ത്രങ്ങളുടെയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും വൈവിധ്യമാർന്ന ശേഖരം. പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടത് സർക്കാർ പരിശോധിക്കുമെന്ന് CPM PB അംഗം A. വിജയരാഘവൻ. ഏത് വിഷയത്തെയും ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത്. തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ല കേരള മുഖ്യമന്ത്രിയെന്നും A. വിജയരാഘവൻ. തിരുവനന്തപുരം വർക്കലയിൽ സഹോദരന്റെ മർദ്ദനത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. അജിവിലാസത്തിൽ അജിത്താണ് മരിച്ചത്. വഴക്കിനിടെ സഹോദരൻ അനീഷാണ് യുവാവിനെ കൊലപ്പെടുത്തിയത്. CPIM കാട്ടാക്കട ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന സദസ്സ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N. രതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി J. ബിജു അധ്യക്ഷനായിരുന്നു. ലാൽ മോഹൻ സ്വാഗതവും M. വേണു നന്ദിയും പറഞ്ഞു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം നേടി MB മിനി. പുരസ്കാരം നേടിയത് സർഗാത്മക സാഹിത്യ വിഭാഗത്തിൽ. MB മിനിയെ ആദരിച്ച് കേരള ബാങ്ക് പറളി ശാഖ. ബാങ്ക് ബ്രാഞ്ച് മാനേജർ K. വിനോദ്, ABM ഗിരിജാദേവി, സുന്ദരൻ, ഡിനി തുടങ്ങിയവർ പങ്കെടുത്തു. മികച്ച അധ്യാപകർക്കുള്ള പ്രൊഫസർ MK സാനു ഗുരുശ്രേഷ്ഠ അവാർഡ് നേടി. എറണാകുളം ചോയ്സ് സ്കൂൾ പ്രിൻസിപ്പൽ റേച്ചൽ ഇഗ്നേഷ്യസ്. 10,000 രൂപയും പ്രശംസാ പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. എറണാകുളം കടമക്കുടിയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് കാക്കനാട് ചെമ്പുമുക്ക് സ്വദേശി അനൂപ് ചന്ദ്രൻ. സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം. കോട്ടയത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ് അടിച്ചു തകർത്ത കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. രഞ്ജിത്ത് ബാബുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസമാണ് ഇയാളും സുഹൃത്തുക്കളും പോലീസ് എയ്ഡ് പോസ്റ്റ് അടിച്ചു തകർത്തത്. മോഷണക്കേസിൽ അന്യസംസ്ഥാന സ്വദേശിയായ മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയായ മധുസൂദന പെരുമാളിനെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ജോലി സ്ഥലത്തുനിന്ന് 2 സ്വർണമാലയും മോതിരവും മോഷ്ടിച്ച സംഭവത്തിൽ. റംബൂട്ടാൻ കുരു തൊണ്ടയിൽ കുരുങ്ങി പിഞ്ചു ബാലിക മരിച്ചു. പെരുമ്പാവൂർ സ്വദേശിനി നൂറ ഫാത്തിമയാണ് മരിച്ചത്. കണ്ടത്തറ ഫിയാദത്തുൽ ഇസ്ലാം സ്കൂളിലെ UKG വിദ്യാർത്ഥിനിയാണ്. തൃശൂർ കോർപ്പറേഷനും ദേശീയ ആയുഷ് മിഷനും അയ്യന്തോൾ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഒളരി ഡിവിഷൻ കൌൺസിലർ ശ്രീമതി സജിത ഷിബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ദിവീന വയോജനങ്ങളുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തെപ്പറ്റി ക്ലാസ് എടുത്തു. HMC മെമ്പർമാരായ K. ബാബു, മോഹനൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. പാറ്റോ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഹരീഷ് JLനെ പ്രസിഡന്റായും ഡോക്ടർ T. ഉണ്ണികൃഷ്ണൻ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. അശ്വതി മോഹനൻ, N. ജയകൃഷ്ണൻ എന്നിവർ വൈസ് പ്രസിഡന്റും ആനന്ദ് ഇളമണും ചുമതലയേൽക്കും. അളവ് തൂക്ക സംബന്ധമായ പരാതികൾ പരിഹരിക്കുന്നതിന് കൺട്രോൾ റൂം തുറന്ന ലീഗൽ മെട്രോളജി. ഉപഭോക്താക്കൾക്ക് നേരിട്ടും സുതാര്യ മൊബൈൽ ആപ്പിലൂടെയും പരാതികൾ അറിയിക്കാം.
വാർഷിക സമ്മേളനം സംഘടിപ്പിച്ച് ഫോറം ഓഫ് അക്ഷയ എന്റർപ്രണേഴ്സ് കൊല്ലം ജില്ലാ കമ്മിറ്റി. അക്ഷയ കേന്ദ്രങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ നിയമനിർമ്മാണവും പരിരക്ഷയും റേറ്റ് പരിഷ്കരണവും നടപ്പിലാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ ഉദ്ഘാടനം ചെയ്തു. കോട്ടുകാൽ സത്യൻ രചിച്ച അവൾ അയച്ച കത്ത്, ഓലോഞ്ഞേലി കുരുവിയുടെ പാട്ട് എന്നീ കൃതികൾ പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ ശ്രീ എഴുമറ്റൂർ രാജരാജവർമ്മ മന്ത്രി ജെ ചിഞ്ചു റാണിക്ക് സാഹിത്യകാരനും NRC നായർക്കും നൽകിയാണ് പ്രകാശനം ചെയ്തത്. ചടങ്ങ് തോപ്പിൽ ഭാസി ജന്മശതാബ്ദി സമ്മേളനത്തോടനുബന്ധിച്ച് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ഒളിമ്പിക്സ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ജുലാന മണ്ഡലത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന താരം ജിന്ദ് മേഖലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് തന്നതു മാത്രമല്ല, ഞങ്ങൾ തെരുവിലിരുന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് വിനേഷ് ഫോഗട്ട്. രാജ്യം വിടേണ്ടി വരുമെന്ന് കരുതിയപ്പോൾ കരുത്തു തന്നത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നുവെന്നും വിനേഷ്. തമിഴ് സിനിമാ മേഖലയിലെ അതിക്രമം സംബന്ധിച്ച് പരാതി നൽകാൻ കമ്മിറ്റിയെ നിയോഗിച്ച് താരസംഘടനയായ നടികർ സംഘം. നടി രോഹിണി അധ്യക്ഷയായിട്ടുള്ള സമിതിയെയാണ് നിയോഗിച്ചത്. നടൻ വിജയുടെ പാർട്ടിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. തമിഴക വെട്രി കഴകത്തിനാണ് അംഗീകാരം ലഭിച്ചത്. പാർട്ടി ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് നടൻ വിജയ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 3 ദിവസത്തെ US സന്ദർശനം ആരംഭിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലെത്തുന്നത്. ഡാലസ്, ടെക്സസ്, വാഷിംഗ്ടൺ എന്നിവിടങ്ങളിലാണ് സന്ദർശനം. സ്കൂൾ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് വിവാദ പരാമർശങ്ങൾ നടത്തിയതിന് ചെന്നൈയിൽ അറസ്റ്റിലായ മോട്ടിവേഷണൽ സ്പീക്കർ മഹാവിഷ്ണു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. ഭിന്നശേഷിക്കാരെ അധിക്ഷേപിച്ച് സംസാരിച്ചതുൾപ്പെടെ നിരവധി വിവാദ പരാമർശങ്ങൾ ഇയാൾ നടത്തിയിരുന്നു. ജമ്മു കശ്മീരിൽ ലാം മേഖലയിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. ഏറ്റുമുട്ടലുണ്ടായത് നുഴഞ്ഞുകയറ്റ ശ്രമമെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിരവധി ആയുധങ്ങളും സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്. US സൈന്യത്തിന്റെ ഡ്രോൺ വെടിവെച്ചിട്ടതായി യമനിലെ ഹൂതികൾ. മരീബ് പ്രവിശ്യയിലാണ് MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടത്. ഫലസ്തീൻ ജനതയുടെ വിജയവും യമന്റെ പ്രതിരോധവും ലക്ഷ്യമിട്ട് സൈനിക നീക്കം തുടരുമെന്ന് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സരി ഹൂതി. സംഭവത്തിൽ പ്രതികരിക്കാതെ അമേരിക്ക. ചൈനയ്ക്ക് പിന്നാലെ വിയറ്റ്നാമിലും വൻ നാശം വിതച്ച് യാഗി കൊടുങ്കാറ്റ്. ഉത്തര വിയറ്റ്നാമിൽ 14 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സർക്കാർ. വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് എഡ്മുണ്ടോ ഗോൺസാലസ് രാജ്യം വിട്ടു. നീക്കം വെനസ്വേലൻ സർക്കാർ ഗോൺസാലസിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ. രാജ്യം വിട്ട ഗോൺസാലസ് സ്പെയിനിൽ രാഷ്ട്രീയ അഭയം തേടി. ഗോൺസാലസ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാജ്യം വിട്ടതെന്ന് വിദേശകാര്യമന്ത്രി. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൽ പാകിസ്ഥാനിൽ വിദ്യാഭ്യാസ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ്. സ്കൂളിൽ ചേരാത്ത 2 കോടിയിലധികം കുട്ടികൾക്ക് അടിയന്തരമായി വിദ്യാഭ്യാസം നൽകാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇസ്രയേലിനെതിരെ ഇസ്ലാമിക സഖ്യത്തിന് ആഹ്വാനം ചെയ്ത തുർക്കി പ്രസിഡന്റ്. മേഖലയിൽ നടക്കുന്നത് ഇസ്രയേലിന്റെ അനധികൃത കടന്നുകയറ്റമാണെന്നും ഇതിനെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് നേരിടണമെന്നും പ്രസിഡന്റ്. പ്രതികരണം ഇസ്രയേൽ ആക്രമണത്തിൽ തുർക്കി പൗരൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ. റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ സമാധാന ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക്. സന്ദർശനം ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ
വിഷയത്തിൽ സ്ഥിരവും പ്രായോഗികവുമായ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യ. റഷ്യ നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ 67 ഡ്രോണുകളിൽ 58 എണ്ണം വെടിവെച്ചിട്ടെന്ന് യുക്രൈൻ. കീവിൽ പാർലമെന്റ് മന്ദിരത്തിന് സമീപം ഡ്രോണുകളുടെ അവശിഷ്ടം കണ്ടെത്തിയതായി റിപ്പോർട്ട്. ലിവിവിൽ നടത്തിയ റഷ്യൻ ആക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടു. ദ്വിദിന ഔദ്യോഗിക സന്ദർശനത്തിനായി റിയാദിലെത്തി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. GCC അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സഹകരണം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ചർച്ച നടത്തുമെന്നും റിപ്പോർട്ട്. കുവൈറ്റിലെ കണ്ണൂർ നിവാസികളുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അൽ അദാൻ കോഓപ്പറേറ്റീവ് സെന്റർ ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ നടന്ന ക്യാമ്പിന് ഫോക്ക് ചാരിറ്റി വിഭാഗം നേതൃത്വം നൽകി. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ ട്രേഡ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ബിസിനസ് പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് വാണിജ്യ വ്യാപാരമേള സംഘടിപ്പിച്ചു. പരിപാടികൾ കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് വൈഖ ഉദ്ഘാടനം ചെയ്തു. ഒമാൻ കൃഷിക്കൂട്ടം വിത്ത് വിതരണം റൂബിയിലെ ഉടുപ്പി റെസ്റ്റോറന്റ് പാർട്ടി ഹാളിൽ നടന്നു. തക്കാളി, മുളക്, ചീര, ക്യാരറ്റ്, ബീട്രൂട്ട്, പാവയ്ക്ക തുടങ്ങി 19ഓളം വിത്തുകൾ അടങ്ങിയ പാക്കറ്റും ചെടിത്തൈകളും കമ്പുകളും രജിസ്റ്റർ ചെയ്ത കൃഷിക്കൂട്ടം അംഗങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു. ദുബായിലെ സാമൂഹിക സാംസ്കാരിക സംഘടനയായ ഓർമ്മയുടെ സെൻട്രൽ സമ്മേളനം ദുബായിൽ നടന്നു. സമ്മേളനം മുൻ MP PK ബിജു ഉദ്ഘാടനം ചെയ്തു. റാണ ദഗുപതിയും ദുൽഖർ സൽമാനും ഒന്നിക്കുന്ന കാന്ത സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. ചിത്രത്തിൽ ദുൽഖർ പ്രധാന വേഷത്തിലെത്തും. സെൽവമണി സെൽവരാജാണ് ചിത്രത്തിന്റെ സംവിധാനം. ദുൽഖറിനൊപ്പം റാണയും ഭാഗ്യശ്രീ ബോർസിയും പ്രധാന വേഷത്തിൽ. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്ന ആക്ഷൻ ചിത്രം കൊണ്ടലിന്റെ ട്രെയിലർ പുറത്ത്. നവാഗതനായ അജിത് മമ്പള്ളി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രാജ് പി ഷെട്ടിയും പ്രധാന വേഷത്തിലെത്തും. കടലിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് കൊണ്ടൽ. അജു വർഗീസും അനന്യയും ഒന്നിക്കുന്ന ചിത്രം സ്വർഗം സിനിമയിലെ ആദ്യ ഗാനം പുറത്ത്. മീനച്ചിലാറിന്റെ തീരം മാമലയോരം എന്ന പാട്ടാണ് പുറത്തിറങ്ങിയത്. ഹരിനാരായണന്റെ രചനയ്ക്ക് ബിജിപാലാണ് സംഗീതം നൽകിയത്. സൂരജ് സന്തോഷാണ് ഗാനം ആലപിച്ചത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ചിത്തിനിയുടെ പ്രൊമോ ഗാനം പുറത്തിറങ്ങി. നടി രമ്യ നമ്പീശനാണ് ഗാനം ആലപിച്ചത്. അമിത് ചക്കാലക്കൽ, വിനയ് ഫോർട്ട്, മോക്ഷ എന്നിവർ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളാകും. ചിത്രം സെപ്റ്റംബർ 27-ന് തിയേറ്ററുകളിലെത്തും. രഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം പാലേരി മാണിക്യം സെപ്റ്റംബർ 20-ന് തിയേറ്ററുകളിലെത്തും. റീ റിലീസിനൊരുങ്ങിയ ചിത്രം പുതിയ ശബ്ദം സാങ്കേതിക മികവോടെ 4K അറ്റ്മോസിലാണ് അവതരിപ്പിക്കുന്നത്. മഹാ സുബൈർ, AV അനൂപ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം 3ാം തവണയാണ് തിയേറ്ററിലെത്തുന്നത്. ഏറെ പ്രതീക്ഷയിലാണ് ആരാധകർ. മലയാളം സിനിമ ടെക്നീഷ്യൻസ് അസോസിയേഷന്റെ മാക്ട ലെജൻഡ്സ് ഓണർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ ജോഷി പുരസ്കാരം കൈമാറി. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ബംഗാളി സിനിമാ മേഖലയിൽ ലൈംഗികാരോപണം. സംവിധായകൻ അരവിന്ദം സില്ലിന് DAEAയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നടപടി ലൈംഗിക ഉദ്ദേശത്തോടെ മോശമായി പെരുമാറിയെന്ന നടിയുടെ പരാതിയിൽ. അനിശ്ചിതകാലത്തേക്കാണ് സസ്പെൻഷൻ. അരിന്ദം സില്ലിന്റെ പെരുമാറ്റം സംഘടനയെ നാണം കെടുത്തുന്നതാണെന്നും DAEA. ഓണക്കാലം കളർഫുൾ ആക്കാൻ ബാഡ് ബോയ്സ് തിയേറ്ററുകളിലേക്ക്. ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ഡ്രഗ് ഫ്രീ സൊസൈറ്റി ഉണ്ടാക്കണമെന്ന ടാഗ്ലൈനോടെ ധ്യാൻ ശ്രീനിവാസന്റെ പോലീസ് യൂണിഫോമിലാണ് പോസ്റ്റർ എത്തുന്നത്. ഒമർ ലുലുവാണ് ചിത്രത്തിന്റെ സംവിധാനം.
കങ്കണ റണാവത്ത് ചിത്രം എമർജൻസിക്ക് പ്രദർശനാനുമതി നൽകി സെൻസർ ബോർഡ്. സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് UA സർട്ടിഫിക്കറ്റ്. സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ചരിത്ര സംഭവങ്ങളിൽ ഡിസ്ക്ലെയിമർ നൽകണമെന്ന് CBFC. ബിഗ് ബജറ്റ് ചിത്രം എമ്പുരാന്റെ ഗുജറാത്തിലെ ചിത്രീകരണം മഴ കാരണം നിർത്തിവെച്ചു. ഗുജറാത്തിൽ നടക്കുന്നത് ചിത്രത്തിന്റെ 7ാമത്തെ ഷെഡ്യൂൾ. അടുത്ത ഘട്ട ചിത്രീകരണം അബുദാബിയിലെന്ന് റിപ്പോർട്ട്. അൺസെന്റായ മെസ്സേജുകൾ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം അവതരിപ്പിച്ച് വാട്സ്ആപ്പ്. ബീറ്റാ വേർഷനിലെ ഫീച്ചർ ഉടൻ ലോഞ്ച് ചെയ്യുമെന്ന സൂചന. സുപ്രധാനമായ മെസ്സേജുകൾ നഷ്ടമായാൽ കണ്ടെത്താൻ ഫീച്ചർ സഹായകമാകും. സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.